ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിത അനന്തനോട് വന്ന് പരാതി പറയുന്നുണ്ട്. സുകന്യ അത്ര ആൾ ശരിയൊന്നുമല്ല, അവളെ പേടിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അതെന്താ നീ അങ്ങനെ പറയുന്നത്? എന്നാലും ഏട്ടന്മാരെല്ലാം കൂടെ സ്വന്തം അനിയനെ തന്നെ ഇങ്ങനെ ചതിക്കേണ്ടായിരുന്നു. അവളെ ആ ദേവമംഗലത്തുകാർക്ക് സമാധാനം കൊടുക്കണ്ട, ബാലന് സമാധാനം കൊടുക്കണ്ട. അയാൾ നമുക്ക് ഒരുപാട് സമാധാനക്കേട് ഉണ്ടാക്കിയതല്ലേ. അത് ബാലനും നിങ്ങളും തമ്മിലുള്ള കാര്യമല്ലേ. പക്ഷേ അതിനുവേണ്ടി സ്വന്തം അനിയനെ എന്തിനാ ഇങ്ങനെ കുരുക്കിലാക്കിയത്? ഈ സുകന്യയുടെ വീട്ടുകാർ ആരെങ്കിലും ഇങ്ങോട്ട് വരുകയോ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ ഇപ്പോൾ നോക്കിയിട്ട് എന്താ കാര്യം? സുകന്യയുടെ വീട്ടുകാരിയല്ലല്ലോ ധർമ്മൻ കല്യാണം കഴിച്ചത്, സുകന്യയല്ലേ. അവളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ? അങ്ങനെയല്ലല്ലോ. എന്തൊക്കെയോ തരികിട പണികൾ അവൾക്കുണ്ട്. ഇവിടെ രാജശ്രീയായിട്ട് ഏത് നേരവും മുറിയടച്ചിരുന്ന സംസാരവും ഒക്കെയാണ്. അവർ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ ആനന്ദേട്ടാന്ന് പറയാട്ടോ. അങ്ങനെ അങ്ങേർക്കും ചെറിയൊരു സംശയമൊക്കെ തോന്നുകയാണ്. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആനന്ദാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ തന്നെ ഗോമതി പിടിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ആനന്ദ നീ എന്താ നിൻ്റെ ഉദ്ദേശം? നിനക്ക് നിൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കുറിച്ചൊക്കെ എന്തെങ്കിലും വിചാരമുണ്ടോ? വിചാരം ഉണ്ടല്ലോ അമ്മേ. എന്ത് വിചാരം? ഇതാണോ? പിന്നെ കുഞ്ഞിനെക്കുറിച്ച് എനിക്ക് വിചാരം ഉണ്ടായിരിക്കോ? കുഞ്ഞ് മാത്രമാണോ? ദേവിയെക്കുറിച്ച് നിനക്ക് വിചാരം ഉണ്ടോടാ? ഉണ്ട്. ഇപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് വിചാരിക്കുമ്പോൾ ആ കുഞ്ഞ് ദേവിയുടെ വയറ്റിലല്ലേ കുഞ്ഞുള്ളത്. അപ്പോൾ രണ്ടുപേരും അതിൽ പെടില്ലേ അമ്മേ? അങ്ങനെ നിനക്ക് വിചാരം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴേ തുടങ്ങണം, അല്ലാതെ പിന്നീടല്ല. അതെന്തിനാ അമ്മ അങ്ങനെ പറയുന്നത്? രാവിലെ തന്നെ ഞാൻ ദേവിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പോകാൻ നിനക്ക് സമയമുണ്ടായിരുന്നോ? പറ. നിനക്ക് ദേവിയെക്കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ ആ സമയം മാറ്റി വയ്ക്കില്ലേ? അമ്മേ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ആനന്ദ് പറയുകയാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ആകാശിനെ ശരിക്കും വഴക്ക് പറഞ്ഞു കേട്ടോ. ബാലൻ സമയത്തിന് കടയിലും എത്തില്ല, വന്നു കഴിഞ്ഞാൽ ബാലന് പുറത്തോട്ടൊന്നും പോകാനും പറ്റില്ല, ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ. അതുകൊണ്ട് തന്നെ ശരിക്കും വഴക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇനി ഞാൻ അവസാനമായിട്ടൊരു തീരുമാനം എടുക്കുകയാണ്. സ്ഥിരമായിട്ട് കടയിൽ നിൽക്കാം, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാം എന്നുണ്ടെങ്കിൽ മാത്രം നീ വന്നാൽ മതി, അല്ലെങ്കിൽ ഇനി മുതൽ നീ കടയ്ക്കകത്ത് കയറി പോകരുതെന്ന് പറഞ്ഞ് വിരട്ടി വിടുന്നുണ്ട്. അങ്ങനെ ആകാശിന് അങ്ങ് ദേഷ്യം വരുവാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാനും ചെയ്തോളാം, എനിക്കിപ്പോൾ ഗോമതി സ്റ്റോർ മാത്രമല്ലത്, ഞാൻ എവിടെ പോയാലും എനിക്ക് ജോലി കിട്ടും എന്നൊക്കെ ഗമയിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ നമ്മളെ ആകാശം. അന്ന് രാത്രി തന്നെ സുകന്യ കിടക്കുന്നതിന് മുന്നേ നൈറ്റ് ക്രീമൊക്കെ ഇടുന്നുണ്ട് മുഖത്തൊക്കെ. ഈ ക്രീമും ഒക്കെ ഇട്ടിട്ട് ധർമ്മൻ കയറി വരുമ്പോൾ ധർമ്മൻ ആകെ പേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ മുഖത്തുള്ള പുള്ളിയൊക്കെ വാരിയിട്ട് പിന്നെ സുകന്യയ്ക്ക് ഒരു പണിയും കൊടുക്കാമെന്ന് വെച്ചിട്ട് ധർമ്മൻ അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്, അയ്യോ പ്രേതം പ്രേതം എന്ന്. പുറത്തേക്ക് ഇറങ്ങുന്ന മീനാക്ഷിയും ഇത്രയും കൂടെ പേടിച്ച് പോവാ. എന്താ മാമ, എന്താ സംഭവിച്ചത്? എടീ പ്രേതം എൻ്റെ മുറിയിൽ. അത് മാമന് തോന്നിയതായിരിക്കും. ഇല്ലെന്നേ, ഞാൻ കാണിച്ചു തരാമെന്ന്, ഇങ്ങോട്ട് വാ. അപ്പോൾ മീനാക്ഷിയും ഇത്രയും കൂടെ അന്തം വിട്ട് പോവാട്ടോ. ഇതെന്താ പ്രേതോ? അതെ ഞാൻ കണ്ടതാ, എൻ്റെ മുറിയിലാണ്. അങ്ങനെ ഇവരെ വിളിച്ചും കൊണ്ട് നേരെ മുറിയിലേക്ക് ചെല്ലാട്ടോ. അപ്പോൾ സുകന്യെ കാണുമ്പോൾ ഇവരങ്ങ് ചിരിച്ച് മതിക്കുകയാണ്. സുകന്യ മുഖത്ത് ക്രീമൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്ന കാരണം. അപ്പം സുകന്യയ്ക്ക് ഇതുപോലൊരു നാണക്കേടില്ല കേട്ടോ. ഇവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് കാണിക്കുകയും ചെയ്തു. എല്ലാവരും തന്നെ നോക്കി കളിയാക്കി ചിരിക്കുകയും ചെയ്യണം. ഇതിന് പകരമായിട്ട് അടുത്തൊരു പണി ഈ മീനാക്ഷിക്കും ഇത്രയ്ക്കും കൊടുത്തേ പറ്റുള്ളൂ എന്നിങ്ങനെ തീരുമാനിക്കുക കേട്ടോ. പണി കൊടുക്കുന്നതൊക്കെ സുകന്യയ്ക്ക് എന്നെ കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ള സുകന്യ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതാണ് പ്രൊമോയിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.